ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രൊജക്ട്സിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ഓർഡിനോ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർഡിനോ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും. ഓർഡിനോ ഓപ്പറേറ്റേഴ്സ് ആയ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ബൂളിയൻ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് ഓർഡിനോ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ എന്താണ് കോമ്പൗണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോമ്പൗണ്ട് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ഒരു കോമ്പൗണ്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെ രണ്ട് ഓപ്പറേറ്ററുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററും മറ്റേതെങ്കിലും ഒരു ബൈനറി ഓപ്പറേറ്ററും കൂടി ചേരുന്നതാണ് ഒരു കോമ്പൗണ്ട് ഓപ്പറേറ്റർ. ഒരു കോമ്പൗണ്ട് ഓപ്പറേറ്ററിൽ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന ഓപ്പറാൻഡിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് ഏതൊക്കെ കോമ്പൗണ്ട് ഓപ്പറേറ്ററുകളാണ് നമ്മൾ ഓർഡിനോ ബോർഡിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓർഡിനോ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഓപ്പറേറ്ററുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, കോമ്പൗണ്ട് അഡീഷൻ, കോമ്പൗണ്ട് സബ്ട്രാക്ഷൻ, കോമ്പൗണ്ട് മൾട്ടിപ്ലിക്കേഷൻ, കോമ്പൗണ്ട് ഡിവിഷൻ, കോമ്പൗണ്ട് മോഡ്, കോമ്പൗണ്ട് ബിറ്റ്വൈസ് ആൻഡ് കോമ്പൗണ്ട് ബിറ്റ്വൈസ് ഓർ എന്നിവയാണ് അവ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഓപ്പറേറ്ററിലുള്ള വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്ററിൽ സേവ് ചെയ്തിരിക്കുന്ന വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് അഥവാ ഒന്ന് കുറച്ച് സെയിം ഓപ്പറേറ്ററിൽ തന്നെ സേവ് ചെയ്യുന്നു. കോമ്പൗണ്ട് അഡീഷൻ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറാൻഡിലെ വാല്യൂ റൈറ്റ് സൈഡിലുള്ള ഓപ്പറാൻഡിലെ വാല്യൂവുമായി ആഡ് ചെയ്ത ശേഷം അത് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറാൻഡിലേക്ക് സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോമ്പൗണ്ട് സബ്ട്രാക്ഷൻ, കോമ്പൗണ്ട് മൾട്ടിപ്ലിക്കേഷനും കോമ്പൗണ്ട് ഡിവിഷനും ഇതേ പ്രോസസ് തന്നെയാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് മോഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആയി ഡിവിഷൻ ചെയ്ത ശേഷം അതിന്റെ റിസൾട്ടിന് പകരം അതിൽ സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ റിമൈൻഡർ ആയിരിക്കും. അതുപോലെ കോമ്പൗണ്ട് ബിറ്റ്വൈസ് ഓർ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആയി ബിറ്റ്വൈസ് ഓർ ഓപ്പറേഷൻ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറാൻഡിലേക്ക് സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിറ്റ്വൈസ് ആൻഡ് ഓപ്പറേറ്ററും യൂസ് ചെയ്യുന്നു. കോമ്പൗണ്ട് ഓപ്പറേറ്ററുകൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഈ എക്സാമ്പിൾ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓർഡിനോ IDE ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി രണ്ട് ഓപ്പറാൻഡുകൾ ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ രണ്ട് വേരിയബിളുകൾ സെറ്റ് ചെയ്യുകയാണ്. അതിനായി ഇന്റ് a = 10 ആയും അതുപോലെ b = 20 ആയും ഞാൻ അസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി ഞാൻ സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യുകയാണ്. അതിനായി സീരിയൽ മോണിറ്ററിന്റെ ബോഡ് റേറ്റ് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോ കോമ്പൗണ്ട് ഓപ്പറേറ്ററുകളായി ചെയ്തു നോക്കാം. അതിന്റെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി സീരിയൽ മോണിറ്ററിൽ ഔട്ട്പുട്ട് കാണുന്നതിനായിട്ടുള്ള കമാൻഡ് കൊടുക്കാം. എല്ലാ ഓപ്പറാൻഡുകളും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്ത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്ത ശേഷം നമുക്ക് ബോർഡ് കണക്ട് ചെയ്ത് ബോർഡും അതുപോലെ തന്നെ അതിന്റെ പോർട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. റിസൾട്ട് കാണുന്നതിനായിട്ട് നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. എയിലെ വാല്യൂ 10 ആയും അതുപോലെ ബിയിലെ വാല്യൂ 20 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. എയിലെ വാല്യൂ 10 ആയിരുന്നു, അത് 11 ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. എയിലെ വാല്യൂ ഇപ്പോൾ കറന്റ്ലി 11 ആണ് കിടക്കുന്നത്, അതിപ്പോൾ 10 ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് കോമ്പൗണ്ട് അഡീഷണൽ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എയിലെയും ബിയിലെയും വാല്യൂ ആഡ് ചെയ്ത് നമുക്ക് 30 ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബിയിലെ കറന്റ്ലി വാല്യൂ 30 ആണ് കിടക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് കോമ്പൗണ്ട് സബ്ട്രാക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ബിയിലെ 30ഉം എയിലെ 10ഉം കുറച്ച് ഔട്ട്പുട്ടായിട്ട് 20 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് മൾട്ടിപ്ലിക്കേഷൻ, കോമ്പൗണ്ട് ഡിവിഷൻ, കോമ്പൗണ്ട് മോഡുലസ്, കോമ്പൗണ്ട് ബിറ്റ്വൈസ് ആൻഡ് കോമ്പൗണ്ട് ബിറ്റ്വൈസ് ഓർ എന്നീ ഓപ്പറാൻഡുകളുടെയും ഓപ്പറേഷൻ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.